അപ്പൊ ഞങ്ങളുടെ ഫുഡ് എന്തായാലും ആയിട്ടുണ്ട്. സനുവിന്റെയും ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോകണില്ല. നമ്മളിതാ ഇവിടെ വിളിക്കാനായിരുന്നു പോയത്. അവിടെ ഇറക്കി വിട്ട് നമ്മള് നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്ക്. അക്കൂസും പിള്ളേരും അവിടെ എത്തിക്കുന്നത്. അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓണം ബമ്പറാ. എനിക്ക് പോകുന്നില്ല. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ തിരുവോണ പൂക്കളോട്ടാ, തിരുവോണ പൂക്കളം വീട്ടിലിട്ടാണ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ താഴെ കമൻറ്റ് അടിക്കുക. അപ്പോൾ ഇതാണ് കേസ് എൻ്റെ വീട്. അപ്പോൾ നമ്മളെന്തായാലും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ള് സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സിസ്റ്റർ റെഡി ആവുന്നുണ്ട്, സിസ്റ്ററുണ്ട്, നമ്മുടെ കൂടെ കുഞ്ഞാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. പോണ വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ഇന്ന് തിരുവോണ ദിവസമാണ്, ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടൂട്ടാ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടിലൻ വീഡിയോയ്ക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഓണമാണ്, ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാറ്റ, നമ്മുടെ ചേച്ചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഓണമായിട്ട് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരാം. പൂക്കൾ ഇവിടെ ഉണ്ട്, നമ്മുടെ വീട്ടിലും പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാറ്റയുണ്ട്, കിങ്ങിണി റെഡി ആയി നിൽക്കുന്നത്, ചേച്ചിയുടെ എല്ലാവരും ഉണ്ട്. ഇന്ന് ഓണം സെലിബ്രേഷൻ, ഓണം പരിപാടിയൊക്കെയാണ്. പക്ഷെ നാട്ടിൽ പരിപാടിയില്ല. ബട്ട് എന്നിരുന്നാലും നമ്മുടെ അനൂപിൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ നമ്മുടെ ബിബിൻ്റെ ബർത്ത്ഡേ അല്ലെന്ന്, ബിബിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, എൻ്റെ ചേച്ചിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അവനൊരു ബർത്ത്ഡേ വിഷസ് പറയാണ് കുഞ്ഞാറ്റൊരു ബിബി. അപ്പോൾ അനൂപിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മുടെ അക്കുവും, അതുപോലെ കണ്ണൂർ നമ്മുടെ അക്കുവും വിനീതാണ്ണും പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനൂപിൻ്റെ ബർത്ത്ഡേ പോയിട്ട് അവിടെ പോയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഇവർ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, പൗഡർ ഇടണടാ. ഓക്കെ, കാലത്ത് എണീക്കുമ്പോൾ തന്നെ നമ്മൾ പൂക്കളം ഇടുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വീട്ടിലൊരു കുഞ്ഞു പൂക്കളമാണ്. അമ്മ എന്തൊരു വെയിൽ. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ഷോർട്ടായിട്ട് കണ്ടിട്ട് അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് റെഡി ആയിട്ട് മെല്ലെ ഇറങ്ങും. കുഞ്ഞാറ്റ് പോലെ റെഡിയല്ലേ? കുഞ്ഞാറ്റ റെഡിയൊക്കെ ഇത് ഓണക്കൊടിയാണ്, കളി തന്നെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മുടെ ഒരു ബ്രദറെ കൊണ്ടുപോയിരിക്കണം. ഇന്ന് നമ്മൾ പാഷൻ പ്രോയിലാണ് ഓണം ആഘോഷിക്കാൻ പോണിട്ടാ. ഇങ്ങനെയൊക്കെ അതാ ഓണക്കൊടിയൊക്കെ ഇട്ട് കുളിച്ച് സുന്ദരിയായിട്ട് കേട്ടാ. ഇവിടെ ഇറക്കി വിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ രേവതിയും കൂടെ വരാണ്ട് കേട്ടാ. ഇവരെന്തായാലും ഇവിടെ നിൽക്കട്ടെ, യാത്രയ്ക്കും വരും. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. നമുക്ക് എന്തായാലും രേവതിനെ പോയി വിളിച്ചിട്ട് വരാം. അനുവദിച്ചിട്ടുണ്ട്, ബർത്ത്ഡേ പോയി. ഇത് അനൂപിൻ്റെ മാമൻ്റെ മകനാണ് കേട്ടാ. അപ്പോൾ നമുക്കില്ലേ നേരെ പോയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വരാണ്ട് രേവതി, അവളെയും കൂടെ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഈ അക്കോര് യാത്രീനെ അവിടെ എത്തിയിട്ട് തോന്നുന്നു. യാത്രീനെ വിളിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ഞാൻ വേഗം പോയി വിളിച്ചിട്ട് വരാം. റെഡി അല്ലേ? ബർത്ത്ഡേക്ക് എന്താ ചിലവ്? സബ്സ്ക്രൈബേഴ്സിനല്ല ചിലവുണ്ടോ? വീട്ടിലേക്ക് വരികയാണെങ്കിൽ സദ്യ തരുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങട്ടെ. അനൂപിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിതാ ഇവിടെ വിളിക്കാനായിരുന്നു പോയത്. നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ട്. അവരെവിടെയാണ് നിൽക്കുന്നത് നോക്കട്ടോ. അമ്പലത്തിൽ പോയോ പ്രാർത്ഥിച്ചോന്നൊന്നും അറിയില്ല, പോയി നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്ക്. നമ്മുടെ പിള്ളേർ അവിടെ നിൽക്കണമെന്നും കൂടെ ഐഡന്റിഫൈ ചെയ്യുക, നേരെ അങ്ങോട്ട് പോകാന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ, അതാ നിൽക്കണം. അനൂപാണ് അല്ല, അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടാ നമ്മുടെ യാത്രികനെ കാണാം. അവിടെ യാത്രികനെ എവിടെയാ പോയി? വീഡിയോ എടുക്കാൻ പോയതാണ്. യാത്രിക ഫുള്ള് ബിസിയാണ്, അവിടെ വീഡിയോ എടുക്കാൻ പോയി. നമുക്ക് എന്തായാലും പോയി പൂക്കളം കണ്ടിട്ട് തരാം. അപ്പം ഞാൻ ഇവരിനെ അവിടെ ഏൽപ്പിച്ചു. നമുക്ക് പൂക്കളം നോക്കാട്ടെ എന്താ അവസ്ഥയാണ്. അവിടെ മോനൊരു ഓർഡറാ. പൂക്കളം ഇവിടുത്തെ നെല്ലിക്കുളർ അമ്പലത്തിലെ മനോഹരമായൊരു തിരുവോണ പൂക്കളം കാണാം നമുക്ക്. കണ്ടില്ലേ നിങ്ങൾ? നമ്മളെല്ലാ കൊല്ലം വരും കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. കണ്ടാ, ഇതൊരു കറക്റ്റ് വ്യൂ അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കിട്ടാന്നറിയില്ല. എന്തായാലും സാധനം അടിപൊളിയാണ്. വിനീതണ്ണ ഒരു വന്നിട്ടുണ്ട് കേട്ടോ. അവരവിടെ നോക്കട്ടോ, അവർ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇവരെന്നെ പറ്റിച്ചാണെന്ന് അറിയില്ല. അവർ വരും കേസ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ യാത്രയിൽ എത്തിയിട്ടുണ്ട്. സച്ചു ഉണ്ട്, അനൂപുണ്ട്, രേവതി ഉണ്ട്. ഇവരിവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു കാറിൽ ഞാൻ പുറത്തുണ്ട്, ഈ വന്ന് നോക്കി പറഞ്ഞു. പക്ഷെ ഞാൻ പോയി നോക്കുമ്പോൾ കാണാനില്ല. വള്ളിയൊക്കെ ആയിരിക്കും, വള്ളികൾ. എന്തായാലും വരും, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാട്ടാ. ഇനിയിപ്പോൾ എത്തിയോന്ന് അറിയില്ല. അക്കൂസും പിള്ളേരും അവിടെ എത്തിക്കുന്നത്. നിൽക്കുന്നുണ്ടാ. നമ്മളിവിടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ല. നമുക്കിനിപ്പോൾ എന്തായാലും ഇറങ്ങാം. ജിഷ്ണുണ്ട്, അർജുനുണ്ട്, അതുപോലെ വിനീതന്നെ ഡക്കുന്ന കാണാം. അവര് പോയിട്ട് മോനെ വഴിമാറി കയറിയാണോ? വഴിമാറി കയറിയാണോ അമ്പലത്തില്? ഹാപ്പി ആണോ? ഇവിടെ വന്നപ്പോൾ ഇവിടെ അക്ക് മാത്രമല്ല, അവര് അങ്ങോട്ട് പോയിരിക്കാട്ടാ. ഫുള്ള് പ്രശ്നമാണ് ഇവിടെ. പൂക്കച്ചവടം, മോതിരം. ഓ എൻ്റെ
നമ്മുടെ ചേച്ചിയും കുഞ്ഞാറ്റും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോട്ടെ. അവന്മാരിനിപ്പോൾ ഇറങ്ങി വരണം, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നേരെ അനൂപിൻ്റെ വീട്ടിൽ പോവാം. എന്നിട്ടാണ് നമ്മുടെ പരിപാടികൾ. അനൂപിൻ്റെ ബ്രദറിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ നേരത്തെ വീഡിയോസിലുണ്ട്. കുഞ്ഞാറ്റി ദാസ് സിസ്റ്റർ ഇവിടെ ഇരുന്ന് പുഴുക്കാണ് രണ്ടുപേരും. ഷൂവൊക്കെ മേടിച്ചു ചളിയാവും. ഒരു വീഡിയോ എടുത്ത് തരണ നടക്കണത്. യസ്താ വിനീതേട്ടനെത്തി, അർജുന ജിഷ്ണു ഇട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട്. ബർത്ത്ഡേ ഒന്ന് പൊളിക്കും. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓണം ബമ്പറാ. ശരി അനു, ഓണം ബമ്പർ എടുക്കാണ് എല്ലാവരും കൂടെ. ബാ വീട് എത്ര നമ്പർ ആയിരുന്നു അവിടെ? എടുക്കണ കുഞ്ഞാറ്റിയാ നമ്മുടെ ഓണം ബമ്പർ എടുക്കണം. എല്ലാവരും കൂടെ ഓണം ബമ്പർ എടുക്കാൻ പോവാണ്. അതവിടെ അവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കട്ടാ. എൻ്റെ പൊന്നെ പൂവേ പൊന്നെ പൂവ. അതാണ് ഇതാ ആളെ കെട്ടി. കുഞ്ഞാറ്റയ്ക്ക് ഭാഗ്യ അത്ര. കുഞ്ഞാറ്റ എടുക്ക, അതിലേറെ എടുക്ക്. നല്ല കളർ നോക്കി എടുത്തോ. നല്ല കളർ എല്ലാം ഒരു കളറല്ലേ. അതെ, നമ്പർ നോക്കണ്ടാന്ന്. ഇപ്പൊ നമുക്ക് എന്തായാലും നേരെ തിരക്കാം അനൂപിന്റെ അങ്ങോട്ട്. എന്താണ് 1 ലക്ഷം രൂപ കിട്ടുണ്ടോ? ഉറപ്പല്ല. യാത്രീനല്ലേ? യാത്രീന് മിസ്സാണ്. യാത്രീനെ കൊണ്ടായിരുന്നു. പൈസ കൊടുത്തില്ലേ നിങ്ങള്? ഷെയർ അല്ലല്ല, പൈസ തരുമല്ലോ. എന്തായാലും എടുത്തിട്ട് വിനീതനാണ് എടുത്തിരിക്കുക. നമുക്ക് എല്ലാവരും കൊടുക്കാം. റെഡി, ലെറ്റ്സ് ഗോ. യാത്രയോടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടാ നമ്മുടെ ചെക്കൻ്റെ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ രണ്ടുപേരും ഇവിടെ നിന്ന് കണ്ട് അവൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ട് അവർ എൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് എൻ്റെ കിളിയൊക്കെ പറയട്ടെ. എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. അവർ ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾ മെല്ലെ ഇറങ്ങട്ടെ. ഏത് സൈഡാ? തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കാനുള്ള പോകാൻ. അതെ എല്ലാവരും ചേർന്ന് അണിച്ചു കുഴപ്പമില്ല. നമുക്ക് എല്ലാവരും കൂടി ഇതാക്കിയത്. ഞാൻ മറ്റേതാ എന്താ പറയുന്ന ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു, അതൊക്കെ കാണിച്ചു തരാട്ടാ. അങ്ങനെ ഞങ്ങളിതാ അനുവിന്റെ വീട്ടിലെത്തി. അനുവിന്റെ വീട്ടിലെ പൂക്കളെ ഞാൻ കാണിച്ചു തരാട്ടാ. യാത്രയിൽ ഇവിടെ ഇരുന്ന് ഫുൾ എഡിറ്റിംഗ് മൂഡ്. ഏതാണ്? അതെ, സസ്പെൻസ്. നിങ്ങൾ വെയിറ്റ് ആക്കാൻ എന്തായാലും പൂക്കളം കണ്ടില്ലേ? അനൂപ് അവിടെ ഇരിക്കണതാ. സിസ്റ്റർ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ കേക്കും പരിപാടിയൊക്കെ മുറിക്കും. എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെലിബ്രേഷൻ മൂഡിലേക്ക് കാണാം. പിന്നെ നമ്മുടെ ഹക്കും വിനീതേട്ടനും അവന്മാർ കേക്ക് എടുത്തിട്ട് അതുപോലെ പിന്നെ ഒരു ഗിഫ്റ്റും എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൊടുക്കുക. പിന്നെ നമ്മുടെ അഖില് വരുന്നുണ്ട്. അഖില് ഇപ്പോൾ വിളിച്ചുള്ളൂ. ഇപ്പോൾ വരുമോ എന്താണെന്നൊന്നും അറിയില്ല. ആർക്ക്? ആരാണ് ആള്? അഖില. അനൂപ് എനിക്ക് ഓണക്കൊടി എടുത്തു തന്നാണ്. അങ്ങനെ ഉണ്ട്. നിങ്ങളെ താഴെ കമന്റ് അടിക്കും. എടാ ഓണക്കൊടി എടുത്തു തന്നല്ലേ നീ? എനിക്ക് ഓണക്കൊടി എടുത്തു തന്നല്ലേ? ഓണക്കൊടി എടുത്തു തന്നല്ലേ? പൈസ തരണ എന്തിന്? ഓണക്കൊടി എടുത്തു തന്നെ. ഷർട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ താഴെ കമന്റ് അടിച്ച് ഞാൻ തീർച്ചയായിട്ടും പൈസ കൊടുക്കുകയാണ്. സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കാൻ പോണേ ഉള്ളൂ. അക്കൂര് ഇതുവരെ എത്തിയില്ല. കേക്ക് നമ്മൾ വന്നിട്ട് ഒരു ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്തായി. എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അനുവിന്റെ വീട്ടിലിരുന്നിട്ട് നീ തന്നെ അർജുന പിള്ളേരെത്തിട്ട് അക്കു വണ്ടി കയറൂലേ? അല്ല, ഇത് വേണിതാ റിവേഴ്സ് അടിച്ചിട്ട് ഫ്രണ്ട് അങ്ങനെ ഇറക്കാം, അല്ലെങ്കിൽ ബാക്ക് അങ്ങനെ ഇറക്കാം. അങ്ങനെ വേണേലും ചെയ്യാം. തമ്പി അല്ലെങ്കിൽ റിവേഴ്സ് എടുത്തിട്ട് കേറ്റാ. അവിടെ സ്ഥലമുണ്ട്. അല്ല അല്ല വരും വരും. വാ 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 വാ. വന്നോ വന്നോ വന്നോ.
മാജിക്കുവിന്റെ മറ്റേ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര് സച്ചിന അർജുന ഞാൻ അടുത്ത് പറഞ്ഞു തീർക്കണ്ട, ഞാൻ എനിക്കുള്ള രണ്ടര മാറ്റി വയ്ക്കും. എന്റെ ആശാനാണ് തവൻ. ആരിന്റെ എന്നെ മറ്റേ പഠിപ്പിക്കാൻ പഠിപ്പിച്ച സൂം ചെയ്യടാ അവനെ. എന്നിട്ട് എടുക്ക്. ടിൻ 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 ടിൻ. വണ്ണം കുറവല്ലേ? അഖിലും എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. റെഡിയല്ല റെഡിയല്ലേ കുഞ്ഞാറ്റെ? റെഡിയല്ല? സോറി, ഹാപ്പി ഹാപ്പി ഓണം. അതാരാ പറ, ആരോ പറഞ്ഞു ഹാപ്പി ഓണം. രണ്ട് കത്തിയുണ്ട് ബാക്കി. അതെന്തിനാ ഒരു കത്തി? കണ്ണാടി വെക്കി അടിപൊളിയല്ലേ? പൈസ കൊടുത്ത് വാങ്ങിയതാടാ. അതിന് അതാണ് ബ്രസീല് വാല കണ്ണാടി. അതെ, ബ്രസീല് സാധനം. അക്കുവിന്റെ കണ്ണാടിന്റെ പവറ്, അക്കുവിന്റെ കണ്ണാടിന്റെ പവറ്. സനൂപിന്റെയും ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോണില്ല. അമ്മയും പെങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, അനുവിന്റെ അമ്മ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്, രേവതി എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ മെല്ലെ നമ്മൾ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കടക്കണം. ഓക്കെ, അക്കൂസാണ്. ഓക്കെ, അമ്മയോടി തീപ്പെട്ടി. സനുവിന്റെ അമ്മയുണ്ട്, സിസ്റ്റർ ഇത്, അതുപോലെ അനുവിന്റെ അമ്മമ്മ. അപ്പൊ ചെക്കന്മാർ എടാ എന്താ നീ പറയണ്ട, എന്റെ സബ്സ്ക്രൈബറിന്റെ അടുത്ത് നീ പറയണ്ട. എടാ നീ പറയടാ, ഒരു വാക്ക് 2 വാക്കടാ. എടാ ഹാപ്പി ഓണം എന്തെങ്കിലും. ബർത്ത്ഡേ ഓണോ ആദ്യമായിട്ട് ഒരുമിച്ച് നേരത്തെ വന്നിട്ടുണ്ട് അതുപോലെ. എന്തായാലും മുറിക്കാ പൊളിക്കാ. ചേർന്നിക്കണ റെഡിയല്ല? ആ അക്കൂസാട്ടാ, കാറ്റേ നീ വീശരുതിപ്പോൾ. അവിടെ പുറത്ത് വരുമ്പോ അങ്ങനെയൊക്കെ ഒരെണ്ണം. ഓക്കെ, റെഡിയല്ലേ? ആ എടാ റെഡി. എടാ പാട്ട് പാടല്ലോ എല്ലാരും, മറ്റേ പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അനൂപ, ഹാപ്പി ബർത്ത്ഡേ. അടിച്ചു പോയി ഗൈസ്. പൊട്ടിക്കറാ രണ്ടുപേരും പോവാ. കൊടുത്തു അസൂയാക്കും എല്ലാവർക്കും. എന്ത് ചെയ്യാനാണ്? ഇതിയോ അമ്മമ്മ? ഓക്കെ ആ ശരി. ഫോട്ടോ കിട്ടിയില്ല. ഓക്കെ സെറ്റല്ല? ഓക്കെ ശരി, നിന്നോ. അവിടെ പൊട്ടിക്കണ്ട. ശരി, ഫോട്ടോ എടുത്തിട്ട് പൊട്ടിക്കണം. പൊട്ടിക്കണം എന്നാ പറയണേ. എല്ലാരും കാണണം. എടാ എന്തായിരിക്കും പാടേ നാക്ക്. നമ്മള് കൊറേ പെട്ടി പൊട്ടിച്ചല്ലേ മോനെ. അത് എടാ നോക്ക്. എന്താണെങ്കിലും ഗിഫ്റ്റാണ്. പൊളിക്ക് എടാ മോനെ. ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ. അതെ അതിലിട്ടോ. അതായത് ഗ്ലൗവാ. അതെന്തായാലും കളിക്ക്. എടാ ഇതിൽ ആരൊക്കെയാണോ ഒന്ന് പറഞ്ഞടാ, മനസ്സിലാവില്ല. എടാ എനിക്കൊണ്ട് ഇത് അനുഭവമാണ് ഉണ്ടല്ലേ. എടാ 2 ചെറുപ്പത്ത് ഒരുപോലെ ഉണ്ടല്ലേ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അനുവിന് ഗിഫ്റ്റൊക്കെ കിട്ടി. റൈഡിങ് ജാക്കറ്റ് ആണ് നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ ഗ്ലവ്. പിന്നെ ഇതിന്റെ 2 കഞ്ഞും കൂടെ ഒരു കിളിയിലെ ഫോട്ടോ ആണ്. മോൻ എന്താ പറയാനില്ല? അല്ലടാ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് സെലിബ്രേഷൻ ഒക്കെ സന്തോഷം മാത്രം. ഓക്കെ എന്താ മോനെ, സപ്ലയറായാ?
ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞാൽ അവനെ കൊണ്ട് എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് കുറേ പായസമൊക്കെ കുടിച്ചിട്ടാ. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും ബർത്ത്ഡേ ഉഷാറായി, ഓണം ഉഷാറായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകണം, മുളുക്കും വീട്ടിൽ പോകണം, നമുക്ക് വീട്ടിൽ പോയി ഓണസദ്യ വയ്ക്കണം, രേവതിക്ക് പോകണം, ജിഷ്ണു ഒക്കെ എല്ലാവരും പോട്ടെ. എല്ലാവരും വീട്ടിൽ പോയി ഓണസദ്യ കുടിച്ച് നമുക്ക് പറ്റിയ ഈവനിങ് എല്ലാവരും കൂടെ ഒത്തുചേരും. അനൂപത അവിടെ ഉണ്ട്, സനൂപ് അവിടെ ഉണ്ട്, എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ കേക്ക് എന്താണ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോകണം. നേരെ ടയേർഡായാ? ടയേർഡായി? ചെയ്ത് നീ ടയേർഡായാ? എന്തായാലും പോയി സദ്യ കഴിക്കും. സദ്യ കഴിക്കണ എന്തൊക്കെയാണെന്ന് പറഞ്ഞാ നോട്ടാ. എന്തൊക്കെയാ പരിചയപ്പെടുത്തിട്ടാ അടി ഓണസദ്യ. ആ പിന്നെ മുട്ടക്കോസ്. ആ പിന്നെ ഇതെന്നാ, ഇതെല്ലാം ഓണത്തിന് മെയിന് ചിപ്സും ചക്കര വട്ടും. ഓണത്തിന് തറഞ്ഞില്ലേ മോശമാണ് കേട്ടോ. അപ്പൊ കുഞ്ഞാറ്റിന്റെ വീട്ടിൽ ഓണസദ്യയൊക്കെ ഉണ്ട്, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. അപ്പൊ ഞാനും എൻ്റെ വീട്ടിൽ പോയി കഴിക്കാൻ പോണേ. കാരണം നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് കഴിക്കണം. നാളെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മുടെ ഏട്ടനുണ്ട്, എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്തായാലും ഇവിടെ കഴിക്കട്ടെ. ഞാനും മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ ഓണസദ്യ പരിപാടി എന്തായാലും നമുക്ക് കാണിക്കാം. കുഞ്ഞാറ്റ ഫുഡ് കഴിച്ചിട്ട് വരില്ല കുഞ്ഞാറ്റ? ഫുഡ് കഴിച്ചിട്ട് കുഞ്ഞാറ്റ വരും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ മൈ ഹോം. ഞാൻ വന്നിട്ട് നമ്മുടെ മുണ്ടൊക്കെ ഊരി വെച്ചിട്ട് ഈ സാധനം കൊടുത്തിട്ട് ഒട്ടും ശരിയാവണില്ല, കൊണ്ടെടുത്ത് വയ്ക്കുക. ഇപ്പോൾ ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓക്കെ, വീട്ടിൽ പോയിട്ട് വീട്ടിലെ സദ്യ പോകാനൊന്നും ഇല്ലപ്പോൾ അതാ എത്തി ഇവിടെ, ഇത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഓണസദ്യ റെഡിയാക്കി, പപ്പടമൊക്കെ ഉണ്ട്, പപ്പടം അയക്കണം, ചോറ് അയക്കണം, പായസം അയക്കണം. അപ്പോൾ ഇതാണ് വീട്ടിലെ പരിപാടികൾ. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കട്ടെ, ഇലയൊക്കെ ഇട്ട് സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരുവോണ സദ്യ കഴിച്ചിട്ട് വരാം കേട്ടോ. സിസ്റ്ററും കുഞ്ഞാറ്റയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അമ്മ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. കുഞ്ഞാറ്റ രണ്ടാമത്തെ സദ്യ അല്ലേ? കുഞ്ഞാറ്റിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചോട്ടെ. നമ്മുടെ അവിടെ നിന്ന് കുഞ്ഞാറ്റ തിരുവോണ സദ്യ എന്നാണ്. പായസം കുടിക്കണേ നമുക്ക്. പിള്ളേരുടെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ആക്കിയിട്ട് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് പുറത്ത് വന്ന് നിൽക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലെ പൂക്കളെ കണ്ട ബ്യൂട്ടിഫുൾ അല്ലേ? കുഞ്ഞാറ്റ കൂടി ഇരുന്ന് ഫുള്ള് ഡാൻസാണ്. ഫുഡൊക്കെ കഴിഞ്ഞു, പായസമൊക്കെ കുടിച്ചതാ, കുഞ്ഞാറ്റ എല്ലാം കഴിഞ്ഞു. നല്ലൊരു ഉറക്കം വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഈവനിങ് നോക്കാം. ഒരു ഈവനിങ് ഞാൻ പറയില്ല, ഓണസദ്യയൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ റെസ്റ്റൊക്കെ എടുത്ത് ഉറങ്ങിയിട്ടാണ് ഞാൻ നല്ല. അപ്പോഴാണ് പിന്നെ ഞാൻ നടിച്ച് നോക്കുമ്പോൾ ഒരു 5-6 മണിയായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നേരം ലൈവൊക്കെ പോയി. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റ ഫോളോ ആക്കിയില്ലെങ്കിൽ എബോട്ടിൽ ബയോയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റെ ID കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെന്മാറയുള്ള അനൂപ് അഖിൽ വന്നു. നമ്മൾ നെന്മാറയിൽ അവിടെ ഒരു കാളം കടയിൽ കാളം കഴിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അഖിലോട് ചോദിച്ചു നോക്കുക എന്താ വേണ്ടത്. കാളങ്കടയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഓണമായിട്ട് എല്ലാവരും ലീവായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ വന്നാട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, സാധനം എപ്പോൾ കിട്ടുന്ന അറിയില്ല. അഖിൽ അവിടെ നിന്ന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഫുള്ള് ബിസി. ഇത്രയും തിരക്കിൽ കിട്ടാത്ത അവിടെ നിന്ന് അഖില് സാഹസികമായിട്ട് അങ്ങനെ ഒപ്പിച്ചു. അതെ, ഞങ്ങൾ കാളം കഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാൻ ലൈവ് പോവാം. 8:45 നമ്മുടെ 2 ഫ്രണ്ട്സ് കേട്ടോ. അവർ അഖിലേട്ടനും നിങ്ങളുടെ പേര് എനിക്ക് മറന്നുപോയി, നിങ്ങളുടെ ഇൻസ്റ്റ ID മാത്രം ഓർമ്മയില്ല. നമുക്ക് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ ഇവിടെ ആ കാളം കഴിക്കാൻ വന്നേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെയും കൂടെ കണ്ടിട്ടുണ്ട്. കാളം കിട്ടിയില്ലേ സാറിന്? വെയിറ്റ് ചെയ്തിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയോണ്ടാ അപ്പോൾ കാളനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാളം കഴിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ഇത്ര നേരം കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പണ്ട് പരിചയമല്ല, കുറേ മുന്നേ പരിചയപ്പെട്ടല്ലോ ഈ ഇടയ്ക്ക്. ഓക്കെ, കുറേ കാലം. ഓക്കെ പിന്നെന്നാ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ശരി, ബൈ. അപ്പോൾ ഗേസ്, അനൂപിൻ്റെ അടുത്തും നമ്മൾ അഖിലിൻ്റെ അടുത്ത് ശരി, അനൂപിൻ്റെ അടുത്ത് അഖിലിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞാൽ നമ്മൾ മെല്ലെ നടക്കണം. നേരെ വീട്ടിൽ പോട്ടെ. 9 മണിയാകുമ്പോൾ നമുക്ക് ലൈവ് പോകാനുള്ളതല്ല. അങ്ങനെ മച്ചാന്മാരെ, ഇന്നൊരു തിരുവോണ നാള് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ താഴെ കമന്റ് അടിക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ. സനൂപിന്റെ ബർത്ത്ഡേ, അക്കു പിള്ളേരെല്ലാവരും ഒന്ന് അടിച്ച് പൊളിച്ച് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അപ്പൊ ആ ഒരു കൊച്ചു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് അടിക്കുക. മറ്റൊരു അടിപൊളി ഡേയിൽ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് നൈറ്റ്.